ഈവനിങ് ആയപ്പോൾ ഞാനും ആശും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റും അതിൻ്റെ ചുറ്റുമുള്ള ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പുറത്ത് നല്ല ചൂടാണ്. 38ഉം 39ഉം 40 ഒക്കെയാണ് ടെമ്പറേച്ചർ. അതുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ അങ്ങനെ കൂടുതലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഈവനിങ് ആകുമ്പം കുറച്ച് ചൂടൊക്കെ കുറയുമ്പം നമുക്ക് പുറത്തിറങ്ങാം. ഞങ്ങൾ താമസിക്കുന്നത് ദോഹയിലെ ടൗണിൽ തന്നെ മുഷ്രിബിലാണ്. മുഷ്രിബിൽ ദോഹ ഒയാസിസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ദോഹ ഒയാസിസ്. ദോഹ ഒയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലക്ഷൂറിയസ് ഫാഷൻ ഹബ്ബാണ്. ഇതിനകത്ത് പലതരം റെസ്റ്റോറൻറ്റുകളും അക്കമഡേഷൻസും സ്റ്റോറുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരം റൈഡുകളും നോവോ സിനിമാസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ നിൽക്കുന്നത് ഒയാസിസിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊരു ഓവൽ ഷേപ്പിലായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ ആകാശ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരു തവണ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ പുറത്തിറങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരു പ്രിവിലേജ് കിട്ടും. ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ ഏതെവിടെയെങ്കിലൊക്കെ നടന്നു പോവുകയാണെങ്കിലോ ഒരു ഷോപ്പിങ്ങിന് സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിലോ നമുക്കൊരു പ്രിഫറൻസ് കിട്ടും. ഈ കാണുന്നതെല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ്. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ചപ്പ് ചവർ പോലും പുറത്ത് കാണില്ല. കാരണം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പക്കയാണ്. ഈ കാണുന്ന എന്താണെന്ന് അറിയോ? സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. ഒയാസിസിൻ്റെ മറ്റൊരു വശത്തു കൂടെ നോക്കുമ്പോൾ കാണുന്ന ഈ വലിയ ടവറാണ് ബനീൻ ട്രീ ടവർ. ഇതിനകത്ത് 30ഓളം സ്റ്റോറികളിലായിട്ട് പ്രീമിയം ക്വാളിറ്റി ഹോട്ടൽസ് ആൻഡ് അക്കോമഡേഷൻസും ഉണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കണ്ടില്ലേ സ്ക്രീൻ? രാത്രിയാകുമ്പോൾ ഇത് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരത്തുനിന്നും ഈ ഒരു ബിൽഡിങ് കാണാൻ പറ്റും. ഈ വലിയൊരു ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് മുഴുവൻ പാർക്കിംഗ് ഏരിയ ആണെന്നുള്ളതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ ബൈ.